ഇരുണ്ട മോണയാണോ നിങ്ങളുടെ പ്രശ്നം? തീർച്ചയായും അത് മിനിറ്റുകൾക്കുള്ളിൽ പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാം. വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജ്ന സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ജിഞ്ചേവൽ ഡീപിഗ്മെൻറ്റേഷനെ പറ്റിയിട്ടാണ്. ചില ആൾക്കാരിൽ ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ഒരു ആഷ് കളറൊക്കെ ആയിട്ട് മോണ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ ചിലവർക്ക് നമുക്കിത് ഈസ്തെറ്റിക് ആയിട്ട്, അതായത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ബ്രൗൺ കളർ വേണ്ട എന്ന് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മൾ പിങ്ക് നിറത്തിലാക്കി കൊടുക്കുന്ന പ്രൊസീജിയറാണ് ഈ ജിഞ്ചേവൽ ഡീപിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിന് ജിഞ്ചേവൽ ബ്ലീച്ചിങ് എന്നും പറയാറുണ്ട്. ചില ആൾക്കാരിൽ ഇത് സിമെട്രിക് ആയിരിക്കും, അതായത് രണ്ട് സൈഡും ഒരേപോലെ തന്നെ കളർ വ്യത്യാസം ഉണ്ടായിരിക്കും. എന്നാൽ ചില ആൾക്കാരിൽ ചില വരകളോ കുത്തുകളോ അങ്ങനെ ആയിട്ടായിരിക്കും ഈ ബ്ലാക്ക് കളർ കാണാറുള്ളത്. ഈ ബ്ലാക്ക് കളറിനോട് കൂടി തന്നെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളതൊരു ബയോപ്സി എടുത്തിട്ട് ക്യാൻസർ കോശങ്ങൾ അതിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. സാധാരണഗതിയിൽ ഈ പിഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്കിന്നിന് ഡാർക്ക് കളർ കൊടുക്കുന്ന മെലാനിൻ്റെ പ്രസൻസ് കൊണ്ട് തന്നെയാണ് മോണകൾക്കും ഇതുപോലെ കറുത്ത നിറങ്ങൾ ഉണ്ടാവാറുള്ളത്. സാധാരണഗതിയിൽ നമ്മൾ ലോക്കൽ അനസ്തേഷ്യയിലാണ് ചെയ്യാറുള്ളത്. അതായത് നമ്മൾ പ്രൊസീജിയർ ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം മരവിപ്പിച്ചിട്ട് ആ ഭാഗത്താണ് നമ്മളിത് ചെയ്യാറുള്ളത്. പ്രൊസീജിയർ ചെയ്തിട്ട് 3 തൊട്ട് 4 ദിവസത്തിനുള്ളിൽ ഇത് ഹീലാവാറുണ്ട്. പിന്നെ ഒരു 7 days ഒക്കെ ആകുമ്പോൾ കംപ്ലീറ്റ്ലി ഇത് ഹീലാവാറുണ്ട്. 7 ദിവസം ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഹീലായിട്ട് പിങ്ക് നിറത്തുള്ള മോണ വരാറുണ്ട്. ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ നമ്മൾ സ്പൈസി ആയിട്ടുള്ളതും ചൂടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കാൻ നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഫുഡ്, അതായത് ബ്രെഡ്, ബണ്ണ് പോലുള്ള നമ്മൾ പുളിക്കാൻ വെക്കുന്ന അങ്ങനത്തെ പ്രൊസീജിയർ ചെയ്യുന്ന ഫുഡുകൾ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രത്യേകിച്ച് ചില റീജിയനുള്ള ആൾക്കാർക്ക്, ഏഷ്യൻസിനൊക്കെ നമുക്കിത് കോമൺ ആയിട്ട് കാണാറുണ്ട്. ജിഞ്ചേവൽ പിഗ്മെൻറ്റേഷൻ വളരെ കോമൺ ആണ് ഏഷ്യൻസിനും. അതുപോലെ തന്നെ ഡാർക്ക് സ്കിൻ ആയിട്ടുള്ള ആൾക്കാർക്കും ലോങ് ടേം ആയിട്ട്, അതായത് ദീർഘകാലമായിട്ട് ചില മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് ഇതുപോലെ മോണകൾക്ക് നിറവ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. അഡിസൺസ് ഡിസീസ്, ആൽബ്രൈറ്റ് സിൻഡ്രം, അതുപോലെ അക്രോമെഗാലി ഇങ്ങനെയുള്ള ഹോർമോണൽ വ്യതിയാനം കാരണം ഉണ്ടാകുന്ന അസുഖങ്ങൾക്കും ചിലപ്പോൾ നമുക്ക് മോണയിൽ ഇതുപോലെ കളർ വ്യത്യാസം വരാറുണ്ട്. ലെഡ്, മെർക്കുറി, ബിസ്മത്ത് പോലെയുള്ള ഹെവി മെറ്റൽസിൻ്റെ പ്രസൻസ് കാരണവും ഇതുപോലെ മോണയ്ക്ക് ഡിസ്കളറൈസേഷൻ വരാറുണ്ട്. കുട്ടികളിൽ പ്രധാനമായിട്ടും ഇങ്ങനെ മോണയിൽ ഡിസ്കളറൈസേഷൻ വരാനുള്ള ഒരു പ്രധാന കാരണം നിങ്ങൾ കുടിവെള്ളത്തിൽ ലെഡിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ, അതുപോലെ തന്നെ കഴിക്കുന്ന മരുന്നുകളിൽ സിൽവർ അല്ലെങ്കിൽ മെർക്കുറിയുടെ പ്രസൻസ് ഉള്ള മരുന്നുകൾ കഴിക്കുന്നത് കാരണവും ഇതുപോലെ മോണയിൽ ഡിസ്കളറൈസേഷൻ ഉണ്ടാവാറുണ്ട്. ഈ ഡിസ്കളറൈസേഷൻ അല്ലെങ്കിൽ ഈ നിറവ്യത്യാസം സാധാരണഗതിയിൽ അസുഖങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ഇത് ഈസ്തെറ്റിക്കലി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ പിഗ്മെൻറ്റേഷൻ്റെ കൂടെ മറ്റെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് ക്യാൻസർ കോശങ്ങളാണോ എന്ന് നമ്മൾ പരിശോധിക്കാറുണ്ട്. ബയോപ്സി എടുത്തിട്ട് ആ ഭാഗത്തുള്ള കോശങ്ങൾ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കാറുണ്ട് എന്തെങ്കിലും ക്യാൻസറസ് കോശങ്ങളാണോ അതിലുള്ളതെന്നുള്ളത്. വായിലെ ക്യാൻസർ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും പോയ വീഡിയോ കാണുക. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴോ ഇതുപോലെ മോണയിൽ കറുത്ത നിറം കാണുന്നത് കോൺഫിഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതുപോലുള്ള ഡാർക്ക് ഗംസ് കാരണം ചില ആൾക്കാർക്ക് ചിരിക്കാനും മറ്റുള്ളവരോട് സംസാരിക്കാനും ബുദ്ധിമുട്ട് കാണിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് അല്ല. നമ്മൾ ഈ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും മെലാനിൻ അക്യുമുലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെയും ഡാർക്ക് നിറം വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കാലാവധി മാറിയിരിക്കും. ചിലർക്ക് വർഷങ്ങളോളം പിന്നെ ഇത് വരാതിരിക്കാറുണ്ട്. ചില ആളുകളിൽ ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഇതുപോലെ ബ്ലാക്ക് സ്പോട്ടുകൾ പിന്നെ അപ്പിയർ ചെയ്യാറുണ്ട്. ഇത് പേഷ്യൻറ്റിൻ്റെ ബോഡി റെസ്പോൺസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ഇത് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ ലേസർ ചെയ്തിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്കാൽപ്പൽ ടെക്നിക്ക് ഉണ്ട്. സ്കാൽപ്പൽ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളുടെ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പിഗ്മെൻറ്റഡ് ഏരിയ നമ്മൾ പീൽ ഓഫ് ചെയ്ത് മാറ്റുന്നതാണ്. അതുപോലെ തന്നെ ജിഞ്ചേവൽ അബ്രസീവ് ടെക്നിക്ക് ഉണ്ട്. അതായത് നമ്മൾ പേര് പോലെ തന്നെ ജിഞ്ചേവയുടെ ഭാഗത്ത് ഇങ്ങനെ അബ്രേഷൻസ് ഉണ്ടാക്കിയിട്ട്, അതായത് ഒന്നെങ്കിൽ ഒരു ഡയമണ്ട് ബർ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ടിഷ്യൂ കട്ടിംഗ് ബറുകൾ ഉപയോഗിച്ചിട്ട് ഈ മെലാനിൻ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റാറുണ്ട്. അതുപോലെ തന്നെ ജിഞ്ചേവെക്ടമി, ഫ്രീ ജിഞ്ചേവൽ ഓട്ടോഗ്രാഫ്റ്റിംഗ് ചെയ്യാറുണ്ട്. ഇലക്ട്രോ സർജറി, ലേസർ ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഹീലിംഗ് എളുപ്പമാക്കുന്നത് ലേസർ വെച്ച് ചെയ്യുന്നതാണ്. പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡീപിഗ്മെൻറ്റേഷൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് മീ ഇൻ മൈ കമൻറ്റ് ബോക്സ്. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു ദിവസം പുതിയൊരു ടോപ്പിക്കുമായി കാണാം. ബൈ.